ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ ഒരു ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പിസ്സയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡോ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു അര കപ്പ് ഇളം ചൂടുവെള്ളം എടുത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കില്ലേ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ ഒരു 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ 2 പീസ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു ഡോ വെച്ചിട്ട് നമുക്ക് 2 പീസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനിയില്ലേ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഒരു അരക്കപ്പ് അളവിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരക്കപ്പ് അളവിൽ ഇളം ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി. നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം ആവശ്യമില്ല കേട്ടോ ഈ ഒരു പിസ്സ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ബൗളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബൗളിലേക്കില്ലേ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഡോ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഡോൻ്റെ മുകളിലായിട്ടും കുറച്ചുകൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു മണിക്കൂറൊക്കെ അടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിക്കനിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി പിന്നെ ചെറുനാരങ്ങൻ്റെ നീര് ഇതൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ നോർമൽ മസാലയില്ലേ അതാണ് കേട്ടോ. ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിക്കന് നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു നോർമൽ മസാലയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കനാണ് കേട്ടോ ഇത്. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവർ കുക്കാവൊന്നും വേണ്ട. നമ്മൾ പിസ്സ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കൻ ഒന്നുകൂടി ഒന്ന് കുക്കായിക്കോളും. അപ്പോൾ ഒരു 3/4 ഭാഗമൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടുകൊണ്ട് തന്നെ അതൊന്ന് മറിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ഇനി ഇതൊന്ന് കോരി മാറ്റി കൊടുക്കാം. ഇനിയില്ലേ ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റി കൊടുത്തിട്ട് ബാക്കി ഓയിൽ വെജിറ്റബിൾസും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു മസാലയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഓയിലിൽ തന്നെ നന്നായിട്ട് മസാലയൊക്കെ ഉണ്ട്. പിന്നെ വെജിറ്റബിൾസ് പിസ്സയിൽ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യാണ്ട് ഇടുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ എപ്പോഴും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പകുതി ക്യാപ്സിക്കം പിന്നെ ഒരു 1.5 തക്കാളി പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള ഇതെല്ലാം തന്നെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു മസാലയൊക്കെ ഈ ഒരു വെജിറ്റബിൾസിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിസ്സ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു ഹാഫ് കുക്കൊക്കെ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കാണുന്നില്ലേ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഡോ ഒക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2ആയിട്ട് ഭാഗിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ 2 പീസ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് 8 ഇഞ്ചിൻ്റെ പാനിലും പിന്നെ ഒരു 7 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിത് കോല് വെച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈവച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് മാവ് സോഫ്റ്റാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ കൈ വെച്ചിട്ട്. പിന്നെ നമ്മൾ ഏത് ടിന്നിലാണോ പിസ്സ ബേക്ക് ചെയ്തെടുക്കുന്നത് അതൊന്ന് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇപ്പോൾ ഇതാ ഓയിലൊക്കെ നന്നായിട്ട് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ടില്ലേ കുറച്ച് മൈദ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പിസ്സേൻ്റെ ഡോ അതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കുറച്ച് ഹൈറ്റിലായിട്ട് പൊങ്ങി വരുന്ന രീതിയിലും ബാക്കി നല്ല തിന്നായിട്ടും ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ, കൈ വെച്ചിട്ട് തന്നെ. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇതൊന്ന് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ പിസ്സ ട്രേ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഏതിലാണോ ബേക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ട്രേയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് ബേക്കിങ്ങിന് പറ്റുന്ന രീതിയിലുള്ള ഏത് പാത്രത്തിലും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓവനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓവനിൽ ഇതൊന്ന് ഫസ്റ്റ് ഇതിൻ്റെ ഡോ മാത്രം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കൺവെൻഷൻ ഓവനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 140 ഡിഗ്രിയിൽ 4 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 180 ഡിഗ്രിയിൽ 8 മിനിറ്റ് ആദ്യം ഈ ഒരു ഡോ മാത്രം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇന്ന് പിസ്സ സോസ് ഒന്നും തന്നെ റെഡിയാക്കി എടുത്തിട്ടില്ല, ടൊമാറ്റോ സോസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിസ്സ സോസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു പിസ്സ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിൽ നോക്കിയാൽ മതി, അതിൽ പിസ്സ സോസിൻ്റെ റെസിപ്പി ഉണ്ട്. പിന്നെ അത് വേണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതായാലും വെച്ച് കൊടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് തന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഓരോ ബൈറ്റിലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ നമുക്ക് കിട്ടുക. അപ്പോൾ ചിക്കനും വെജിറ്റബിൾസും നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും നല്ല പോലെ തന്നെ ചീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഓവൺ ഇല്ലാതെയും ഈ പിസ്സ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ചെയ്ത റെസിപ്പിയിൽ ഓവൺ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓവൺ ഇല്ലാതെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഈ പിസ്സയിൽ അതൊരു 12 മിനിറ്റ് 180 ഡിഗ്രിയിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മൾ 20 മിനിറ്റാണ് പിസ്സ ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം 8 മിനിറ്റ് നമ്മൾ ഡോ മാത്രം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു 12 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള പിസ്സ നമുക്ക് റെഡിയാക്കി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കേക്കൊക്കെ ഓവനിൽ എങ്ങനെയാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 140 ഡിഗ്രിയിൽ 4 മിനിറ്റാണ് കേക്കും ബേക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടോപ്പിലായിട്ട് നല്ല കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ പിസ്സ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒറിഗാനൊക്കെ നല്ല പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പിസ്സ ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോയിൽ അതെടുക്കാനായിട്ട് മിസ് ചെയ്ത് പോയി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുള്ള പിസ്സയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.